ഹായ്, നമസ്കാരം. സമത്വ സർവീസ് സെന്റർ ഗവേൺസ് ലിമിറ്റഡ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ സമത്വ സർവീസ് സെന്റർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ വെൽക്കം ടു സമത്വ സർവീസ് സെന്റർ എന്ന വെബ് പേജ് ഓപ്പൺ ആകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ SSCയുടെ സൈറ്റിലേക്ക് പ്രവേശിക്കും. അവിടെ വലതുവശത്ത് മുകളിലായി രജിസ്റ്റർ ലോഗിൻ എന്ന് കാണാം. ഇവിടെ രജിസ്റ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പേജ് ആയിരിക്കും ഓപ്പൺ ആകുക. ഇത് ശരിക്കും വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെയായി ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ഒരു രജിസ്ട്രേഷൻ ഫോം ആണ് നമുക്ക് മുമ്പിലേക്ക് ഓപ്പൺ ആയി വരുന്നത്. അതിലാദ്യം ID പ്രൂഫ് എൻ്റർ ചെയ്യുക. അത് ആധാർ, അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്കുണ്ട്. അതിൽ ഏത് ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ ആ ID പ്രൂഫ് നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഫോട്ടോ JPEG ഇമേജ് ആയി അപ്ലോഡ് ചെയ്യുക. തുടർന്ന് നമ്മളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഫാദർ ഓർ മദർ, സ്പൗസ് നെയിം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻസ്, ആധാർ നമ്പർ, ജനന തീയതി, ഒപ്പം ക്യാൻസൽഡ് ചെക്ക് ലീഫ് അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് എന്നിവ എൻ്റർ ചെയ്യുക. പിന്നീട് അഡ്രസ് എഴുതി ചേർക്കുക. ഇതിനുശേഷം നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊരു ഓപ്ഷൻ കാണാം. പലപ്പോഴും അത് വേറെ ഏതെങ്കിലും ഒരു സെന്റർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലേസ് ആയിരിക്കും നമ്മുടെ ഡിസ്പ്ലേ കാണുന്നത്. നമ്മൾ അവിടെ ചെയ്യേണ്ടത് താഴെ ഗൂഗിൾ മാപ്പ് കാണാം. ഈ ഗൂഗിൾ മാപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ സെർച്ച് എന്ന ഓപ്ഷന്റെ അവിടെ ആയിട്ട് നമ്മുടെ സ്ഥലം, ഇപ്പൊ കലഞ്ഞൂരാണെങ്കിൽ കലഞ്ഞൂർ കേരള എന്ന് നമ്മൾ എൻ്റർ ചെയ്തു കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ ലൊക്കേഷൻ നമുക്ക് സ്ക്രീനിൽ കാണാം. അത് നോക്കി സെലക്ട് ചെയ്യുക. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഫോട്ടോ 100 KB ശ്രദ്ധിക്കണം. ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ആൻഡ് പേ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. പേ വിത്ത് റേസർ പേ എന്നും SBI എന്നും 2 ഓപ്ഷൻസ് വരും. ഇതിൽ ഏതാണ് നമുക്ക് അനുയോജ്യം എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക. പേ വിത്ത് റേസർ പേ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് വിൻഡോയിൽ QR കോഡ് കാണും. അതേപോലെ തന്നെ നെറ്റ് ബാങ്കിങ്ങിന്റെ ഓപ്ഷൻസ് കാണും, ഗൂഗിൾ പേ കാണും, ഫോൺ പേ കാണും. നമ്മുടെ ഓപ്ഷൻസ്, നമ്മളുടെ പേയ്മെന്റ് ഓപ്ഷൻസ് ഏതാണോ, നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അത് നമ്മൾ പേയ്മെന്റ് ഓപ്ഷനായി ഉപയോഗിക്കുക. ഏകദേശം 1500 രൂപയ്ക്ക് അടുത്ത തുകയാണ് എക്സാം ഫീ ആയി അടയ്ക്കേണ്ടി വരിക. പണം അടച്ചാൽ കൺഫേം പേയ്മെന്റും പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന മെസ്സേജുകളും നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ വരും. അതിനുശേഷം ടെക് എക്സാമിലേക്കുള്ള യൂസർ നെയിം, പാസ്വേഡ് പേജ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾ നേരത്തെ നൽകിയിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് യൂസർ നെയിമും പാസ്വേഡും എത്തിയിട്ടുണ്ടാകും. ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ടെക് എക്സാം നമുക്ക് ആരംഭിക്കാം. ലോഗിൻ ചെയ്തതിന് ശേഷം ആരംഭിക്കാം. ഇനി അടുത്തൊരു വീഡിയോ ടെക് എക്സാം എങ്ങനെ ചെയ്യാം എന്ന് കാണിച്ചാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.